പനി 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 എന്റെ ഇതെന്തൊരു കാലം, കലികാലം അല്ലേയല്ല പനിക്കാലം. മലമ്പനിയായി വിറച്ചു കിടങ്ങി എലിപ്പനിയായി പകർന്നു തുടങ്ങി കൂകി പാറി വന്നെത്തിയിടും പക്ഷിപ്പനി, കൊമ്പുകുലുക്കി വന്നെത്തിയിടും ആന്ത്രാക്സിൻ പനി, ഡെങ്കിപ്പനി, പന്നിപ്പനി, കുടിയപ്പനി. പണിയൊന്നുമില്ലാതെ പനിച്ച് വിറച്ച് മടങ്ങി ചുരുണ്ട് ചത്ത ചീഞ്ഞ് വളമാകും പഴച്ചപ്പനി. അമ്മമ്മമ്മോ പനിക്കാലം. ചെണ്ട മുട്ടി വിളിക്കും എന്നപ്പ പെരിയമുത്തു, തെരുവു സർക്കസുകാരൻ. വേല ചെയ്തു പിഴച്ചു പോകാൻ പെരിയൊരശേനിക്ക് ഈ ചിന്നമുത്തുവിന്, ഈ ചിന്നമുത്തുവിന്. ഇറച്ചിക്കാരൻ കാതിർക്കാന്റെ കടയിലെത്തി ഞാൻ. ഇരുട്ടടിയാ ആന്ത്രാക്സിൻ പനിയുമെത്തി. കുക്കരക്കോ കൊക്കിപ്പാറും കോഴി പരമ്പ് പറഞ്ഞു. അവിടെ നിന്ന് പോന്നു ഞാൻ പണി നേടിയലഞ്ഞപ്പോൾ പന്നിയെ നോക്കാൻ വാടാ അണ്ണാച്ചി. തടിമാടൻ പന്നികളെ കുളിപ്പിക്കണം, മനം പുറക്കണ ഹോട്ടൽ വേസ്റ്റ് തീറ്റിക്കണം. അവിടെയും വന്നെത്തി പന്നിപ്പനി. പിന്നെയും ഞാൻ തെരുവിലായി. ഒരു നാൾ എന്നപ്പ തിരുച്ചെണ്ട കൊട്ടുമ്പോൾ വിറച്ചു വീണു. ആളുകൾ താങ്ങിയെടുത്ത് ആസ്പത്രിയിലെത്തി. ഡോക്ടർ പറഞ്ഞു ഇത് പകർച്ചപ്പനിയാണ്. കട്ടിലും നിലത്തും മുറ്റത്തും ആളുകൾ പൊക്കിക്കുറച്ച് ചോര കക്കി മടങ്ങി ചുരുണ്ട് കൊതുകും ഈച്ചയുമാർത്ത്. ഇത് നരകമോ പന്നിത്തൊഴുത്തോ കോഴിയും പോത്തും മെട്ടും അറവുശാലയോ. പുലി പിടിക്കും പോലെ പനിച്ചു വിറച്ചൻ കുടുംബം. കോടികൾ മുടിച്ചെത്ര മന്ത്രിമാർ വന്നുപോയി, ദുരിതം മാത്രം ബാക്കി. പട്ടിണി വയറുമായി കുട്ടികളാർത്തപ്പോൾ ആശുപത്രി മുറ്റത്ത് എന്നപ്പാ ചെണ്ട കൊട്ടി. വലിയൊരു പാറക്കല്ല് മുടിയിൽ കൂട്ടിക്കെട്ടി മുതുകത്തൻ പൊന്നനുജനെ ഇരുത്തി. ആഞ്ഞു വലിക്കുമ്പോൾ ചോര തുപ്പി ശ്വാസം മുട്ടി കുഴഞ്ഞു വീണു പിടഞ്ഞു മരിച്ചു എന്നപ്പാ. ഏതോ ചാനലിൻ ക്യാമറയിൽ ലോകമാ കാഴ്ച നേരി കണ്ടു. ആനപ്പാപ്പാനെ നടുകീറി കൊന്നാൽ ഒട്ടുമറിഞ്ഞാൽ എല്ലാം കാഴ്ച ശവകാഴ്ച കണ്ട് നെഞ്ചു കലങ്ങുമ്പോ റിയാലിറ്റി ഷോക ചിരിക്കാഴ്ച. പാവങ്ങൾക്കായുള്ള ദുർവിധിയോ ഇത്, പണത്തിൽ മതത്തിനോ നൽകും മറുപടിയോ. മരുന്നു കണ്ടെത്താത്തോരീ പനി ഇത് മനുഷ്യന് ദൈവം നൽകും